ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ്റെ കേസിനും നന്തങ്കോട് 4 പേരെ കൊലപ്പെടുത്തിയ കേണൽ ജിൻസൺ രാജയുടെ കേസിനും എന്തെങ്കിലും സമാനതകളുണ്ടോ? ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. സമാനതകൾ ഉണ്ട് എന്ന് തന്നെ തുടക്കത്തിലേ പറഞ്ഞു വെക്കാം. ഇതിൻ്റെ സമാനതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് ചില സാദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. രണ്ടിടത്തും നടത്തിയത് ബന്ധുക്കളുടെ കൊലപാതകം തന്നെയാണ്. ഇവിടെ നന്തങ്കോട് ഒരു അകന്ന ബന്ധുവിനെയാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്ന സഹായിയായി നിന്ന അന്ധയായ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. 1 അച്ഛൻ, 2 അമ്മ, 3 സഹോദരി, അടുത്ത് സഹായിയായി ആ വീട്ടിലുണ്ടായിരുന്ന ഒരു അകന്ന ബന്ധു. ഈ 4 പേരെയാണ് നന്തങ്കോട് കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട്ടിലോ 5 പേരെ കൊലപ്പെടുത്തി. ശരിക്കും 6 പേരെ കൊലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ 6ാമത്തെ വ്യക്തി, സ്വന്തം മാതാവ്, അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോലീസ് സമയത്തിന് എത്തി അവരെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ആ കൊലപാതക ശ്രമത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ 6 പേരെ കൊലപ്പെടുത്തിയതിന് തുല്യമാണ് അവിടെ. ഇവിടെ 4, അവിടെ 6. ഈ 4 പേര് ഇവിടെ ഈ മാതാപിതാക്കളും സഹോദരിയും സഹായിയായ ബന്ധുവാണെങ്കിൽ അവിടെ കൊലപ്പെടുത്താൻ ആദ്യം ശ്രമിച്ചത് സ്വന്തം മാതാവിനെ. പക്ഷെ അവർ രക്ഷപ്പെട്ടു. പിന്നീട് കൊലപ്പെടുത്തിയത് സ്വന്തം പിതാവിൻ്റെ ഉമ്മയെ. അതിനുശേഷം കൊലപ്പെടുത്തിയത് പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും. പിന്നീട് കൊലപ്പെടുത്തിയത് തൻ്റെ കാമുകിയെ. അതിനുശേഷം തൻ്റെ അനിയനെയും. കുറ്റം ചെയ്യാത്ത 2 പേരെ അയാൾ എന്തെങ്കിലും തരത്തിൽ ഒരു ആക്ഷേപവും പറയാനില്ലാത്ത കാമുകിയെയും അയാളുടെ അനിയനെയും കൊലപ്പെടുത്തി. അതുപോലെ ഈ നന്തങ്കോടും ഒന്നും പറയാനില്ലാത്ത, ഇയാൾക്ക് വിരോധം അച്ഛനോട് മാത്രമാണെന്ന് പറയുന്നു, എന്നാൽ കണക്റ്റ് ചെയ്ത് അച്ഛനെ കറക്റ്റ് ചെയ്യാൻ അമ്മ ശ്രമിക്കാത്തത് കൊണ്ടുള്ള വിരോധം കൊണ്ട് അമ്മയെയും, ഇതിനെല്ലാം കൂട്ടുനിന്നു എന്നുള്ള നിലയിൽ ആ പാവം സഹോദരിയെയും. പക്ഷേ സഹോദരി അങ്ങനെ സ്പെസിഫിക്കായിട്ട് അയാളൊന്നും പറയുന്നുമില്ല. പക്ഷേ സഹോദരിയും കൊലപ്പെടുത്തി. ഈ തന്നെ പിടികൂടാനുള്ള തെളിവ് കൊടുക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ബന്ധുവിനെയും കൊലപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ സമാനതകളെല്ലാം സ്വന്തം ബന്ധുക്കളെ തന്നെയാണ് ഇവർ 2 പേരെയും വകവരുത്തി എന്നുള്ളതാണ്. 3ാമത്തെ ഒരു സാദൃശ്യം കാണാൻ കഴിയുന്നത് ഈ കൊലപ്പെടുത്തുന്ന ഈ 2 വ്യക്തികളും ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഏതാണ്ട് സമാനമാണ്. ഒരാൾ നെറ്റ് വഴിയാണ് വെട്ടിക്കൊലപ്പെടുത്താനുള്ള വെട്ടുകത്തി വാങ്ങിയത് എന്നുള്ളതാണ് നന്തങ്കോട് കൊലപാതക കേസിൽ. അത് ഓൺലൈൻ വഴി വെട്ടുകത്തി വാങ്ങി വെട്ടിക്കൊലപ്പെടുത്തുന്നു. വെഞ്ഞാറമൂട് കേസിൽ വെട്ടുകത്തിക്ക് പകരം ചുറ്റികയാണ് ഉപയോഗിച്ചത്. അത് ഓൺലൈൻ വഴി ഒന്നും ഇയാൾ വാങ്ങിയില്ല, നേരിട്ട് കടയിൽ പോയി വാങ്ങുകയാണ് ചെയ്തത്. അത് വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ള ഒരു കടയിൽ നിന്നുമാണ്. അത് ആണ്ടവർ സ്റ്റോഴ്സ് എന്ന് പറയുന്നൊരു കടയിൽ നിന്നാണ് ആ ചുറ്റിക ഇയാൾ വാങ്ങിയത്. ആയുധങ്ങൾക്ക് ഏതാണ്ട് സമാനതയുണ്ട്. കൊലപ്പെടുത്തിയ രീതി നോക്കാം. കൊലപ്പെടുത്തിയത് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. നന്തങ്കോട് കേസിൽ എന്താണ് ചെയ്തത്? കഴുത്തിൽ വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് കേസിലോ ഈ ആയുധം കൊണ്ട് തലക്കടിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ ഈ കഴുത്തിന് മുകളിലാണ് ഈ 2 ആക്രമണങ്ങളും, ഈ 2 സ്ഥലത്തെ ആക്രമണങ്ങളും നടന്നിരിക്കുന്നത്. കഴുത്തിൻ്റെ മുകളിൽ വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട്ടിലും അത് തന്നെ, തലക്കടിച്ച്, കഴുത്തിന് മുകളിൽ തലയ്ക്ക് പിൻവശത്ത് നിന്നും അടിച്ചാണ് മറ്റവരെ കൊലപ്പെടുത്തിയത്. ഈ മറ്റൊരു സമാനത നമുക്ക് കാണാൻ കഴിയുന്നത് നന്തങ്കോട് നടന്ന കൊലപാതകത്തിൽ കൊലപ്പെടുത്തിയതിനു ശേഷം അവരെ ചുട്ടുകരിക്കുന്നതിന് വേണ്ടി പെട്രോൾ ഒഴിച്ചു വീട് കത്തിച്ചു. കണ്ടതിനെ തുടർന്നാണ് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് അവിടെ എത്തുന്നത് കൊലപ്പെടുത്തിയതിന് ശേഷം. വെഞ്ഞാറമൂടിനും സമാനമായ ഒരു സംഭവം നടന്നു. എല്ലാവരെയും കൊലപ്പെടുത്തി എന്ന് ഉറപ്പായതിനു ശേഷം, സ്വന്തം വീട്ടിലെ കാര്യമാണ്, മറ്റതെല്ലാം അങ്ങോട്ട് പോയി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ വെഞ്ഞാറമൂട്ടിൽ തൻ്റെ സ്വന്തം വീട്ടിൽ കൊലപ്പെടുത്തി എന്ന് പൂർണ്ണ ബോധ്യം അയാൾക്ക് തോന്നിയ ഉമ്മയുടെയും അതേപോലെ അനിയൻ്റെയും കാമുകിയുടെയും ചുട്ടുകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഗ്യാസ് തുറന്നു വിട്ടിട്ട് അയാൾ പോവുകയാണ് ചെയ്തത്. പക്ഷേ കത്തിച്ചില്ല, ഗ്യാസ് തുറന്നു വിടുകയാണ് ചെയ്തത്. അപ്പം അവിടെയും കത്തിക്കുന്നതിനുള്ള ഒരു മാനസിക തീരുമാനം ഈ 2 കൊലയാളികളും എടുത്തിരുന്നു 2 സംഭവങ്ങളിലും. വെഞ്ഞാറമൂട് ശരിക്കും ഓൺലൈൻ വഴി ഒരു സാധനവും വാങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓൺലൈനിൽ ഇയാൾ വാങ്ങാതെ
കടകളിൽ നിന്നും ഈ കൊലപാതകത്തിന് തുടർന്ന് അത് അനുബന്ധമായി വേണ്ട ചില സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ആര്? അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂട്ടിലെ കൊലയാളി. അയാൾ വാങ്ങിച്ചത് കണ്ണിൽ എറിയാൻ, ആരെങ്കിലും ഈ കൊലപാതകം നടക്കുമ്പോൾ വന്നാൽ കണ്ണിൽ എറിയുന്നതിന് വേണ്ടി മുളക് പൊടി ഇയാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ മദ്യം സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് എലിവിഷം വാങ്ങുകയും ആ എലിവിഷം കലർത്തി കുടിക്കുന്നതിന് വേണ്ടി മദ്യം വാങ്ങുകയും ഇയാൾ ചെയ്തിരുന്നു. അതുപോലെ ചില കാര്യങ്ങൾ ഇയാൾ വാങ്ങിയതൊക്കെ തന്നെ ഇയാൾ കടയിൽ നേരിട്ട് പോയാണ് വാങ്ങിയത്. മറ്റേ ആളെല്ലാം ഓൺലൈനിൽ വാങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് രണ്ടുപേരും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ള സമാനത നോക്കാം. നന്തങ്കോട് കേസിലെ പ്രതി പറഞ്ഞത്, എനിക്ക് അച്ഛനോടുള്ള വിരോധമുണ്ട്, എന്നെ അവഹേളിച്ചു, എന്നെ നിന്ദിച്ചു, അതുകൊണ്ട് എനിക്ക് അവരോട് വിരോധമുണ്ടായി, അതിന് കൂട്ടു നിൽക്കുകയാണ് അമ്മ ചെയ്തത്, ഞാൻ പറഞ്ഞതൊന്നും തന്നെ അമ്മ സ്വീകരിച്ചില്ല, അമ്മ ഭർത്താവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് അവരെ കൊന്നതെന്നാണ് പറയുന്നത്. അഫാനും വെഞ്ഞാറമൂട് കേസിലെ പ്രതി അഫാനും പറയുന്നത്, എനിക്ക് വിരോധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇവരെയെല്ലാം കൊലപ്പെടുത്തിയത്. ഉമ്മുമ്മ, അതായത് പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയത് അവരോടുള്ള വിരോധം, അവർ സ്വർണം തരാത്തതിനുള്ള വിരോധമാണ്. അതും വിരോധം എന്ന് പറയുന്നത് വിരോധം തന്നെയാണല്ലോ. അതുപോലെ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊന്നത് അവരോടുള്ള വിരോധം കൊണ്ടാണ്. അയാൾ ഉപദേശിക്കാൻ വരുന്നു, അയാൾ എപ്പോഴും കളിയാക്കുന്നു, അയാൾ തൻ്റെ പ്രേമത്തിനെ ശരിക്കും നിന്ദിക്കുന്നു, തൻ്റെ ജീവിതത്തിനെ ചോദ്യം ചെയ്യുന്നു, ആഡംബര ജീവിതമെന്ന് നാട്ടുകാരോടെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു, അതുകൊണ്ടുള്ള അയാളുടെ വിരോധം എന്നാണ് പറയുന്നത്. കാമുകിയെ കൊന്നതിനും അയാൾ പറയുന്ന കാരണം, ഈ താൻ പണയം വെക്കാൻ വാങ്ങിയ സ്വർണം തിരികെ ചോദിച്ചു, തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള തന്നെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് തള്ളി വിടത്തക്ക രീതിയിൽ വീണ്ടും ആ പെൺകുട്ടി പല പ്രാവശ്യം ഈ സ്വർണം തിരിച്ചെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നെ ബുദ്ധിമുട്ടിച്ചു, അതാണ് വിരോധം എന്ന് പറയുന്നു. അനിയനോടുള്ള വിരോധമല്ല, എല്ലാവരും മരിച്ചാൽ അനിയനും പിന്നെ ജീവിച്ചിരുന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയാണ് അനിയനെയും കൊന്നത്. പിതാവിനോടുള്ള ദേഷ്യം ഉണ്ട്, പക്ഷേ പിതാവ് ഗൾഫിലായതുകൊണ്ട് എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല, ഉണ്ടായിരുന്നെങ്കിൽ പിതാവിനെയും തട്ടുമായിരുന്നു, വേറെ രണ്ടുപേരെയും കൊല്ലുന്നതിന് താൻ ലക്ഷ്യമിട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വേറെയും ചിലരെ കൊല്ലാൻ ലക്ഷ്യമിട്ടു എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ നന്തങ്കോടുള്ള കേണൽ ജിൻസൺ രാജ എന്ന് പറയുന്ന വ്യക്തിയും ഈ അമ്മാവൻ എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം അയാളുടെ പറമ്പിലേക്ക് ഈ വീട്ടിൽ നിന്നും ഇയാൾ ചാടി കയറുകയാണ് ചെയ്തത് രാത്രി, ഇവരെല്ലാം കൊലപ്പെടുത്തിയതിന് ശേഷം. പക്ഷേ ശബ്ദം കേട്ട് അയാൾ ഉണർന്നു, ലൈറ്റെല്ലാം ഇട്ടു, നോക്കിയപ്പോൾ ഈ കേണൽ ജിൻസൺ രാജ നിപ്പുണ്ട്. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പട്ടി ഓടുന്നത് കണ്ടു, നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അയാൾ ഒഴിയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അയാളെ കൊലപ്പെടുത്താതിരുന്നത് എന്ന് ആണ് ഈ കേണൽ ജിൻസൺ രാജ പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ അഫാൻ ഈ മറ്റ് ചിലരെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നത് പോലെ കേണൽ ജിൻസൺ രാജയും ഇതുപോലെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സമാനതകളെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ഒരു വ്യത്യാസം കാണുന്നത്, ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി കൊലപാതകം നടത്തിയിട്ട് പോലീസിനോട് നേരിട്ട് പോയി താൻ കൊലപ്പെടുത്തി എന്ന് പറയുകയും കുറ്റം സ്വയം ഏൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ കേണൽ രാജ ആണെങ്കിൽ ഈ താൻ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാകുന്നതിനുള്ള തന്ത്രങ്ങളാണ് ആദ്യം പയറ്റിയത്. തനിക്ക് ചെന്നൈയിലായിരുന്നു, താനിതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ പോലീസിനോട് പറഞ്ഞു. പിന്നീട് ആത്മാവുമായി സംസാരിക്കുന്ന ഒരു പ്രക്രിയ താൻ പഠിച്ചു, അത് പരീക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അവസാനം കുറ്റം അയാൾ ഏൽക്കേണ്ടി വന്ന സ്ഥിതിയിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അയാളെ ഈ തരത്തിലുള്ള കുറ്റത്തിൽ നിന്നും ഒഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് അയാൾ അത് സമ്മതിക്കുന്നതും താൻ മാനസിക അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കുകയും ചെയ്തത്. കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ കേണൽ ജിൻസൺ രാജ ശ്രമിച്ചെങ്കിലും വെഞ്ഞാറമൂട്ടിലെ അഫാൻ അങ്ങനെ കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആദ്യമോ നിലവിലോ ഇതുവരെയോ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ള വ്യത്യാസം കാണുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി പറയാം, ഈ കേണൽ ജിൻസൺ രാജയെ സംബന്ധിച്ച് 7 വർഷം മുമ്പ് അയാൾ നടത്തിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസുകൾ അന്ന് തന്നെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. പലരും ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അഫാൻ
ആ വീഡിയോസ് കണ്ടിരിക്കാൻ സാധ്യത ഉണ്ട്. എങ്ങനെ വിരോധമുള്ള ഒരാളിനെ കൊല്ലാം എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ അയാളുടെ ശ്രദ്ധയിൽ ഇത് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും ചിലതൊക്കെ ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ ചിലത് ചെയ്തു കൂട്ടാം എന്ന് ഈ അഫാൻ ശരിക്കും സ്വയം തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതിന് സമാനതകളുണ്ട്. ഈ അഫാൻ്റെ മൊബൈൽ പിന്നെ നോക്കിയാലും അതുപോലെ അയാളുടെ ലാപ്ടോപ്പ് നോക്കിയാലും ഒക്കെ ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇയാൾ ഈ നന്തങ്കോട് കൊലപാതകം ഇയാൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? അത് മനസ്സിലാക്കിയാൽ ഇയാൾ അതിൽ നിന്നും കിട്ടിയ ഒരു പ്രചോദനം ഇവിടെ പ്രാവർത്തികമാക്കി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്രയും ചൂണ്ടിക്കാണിച്ചത് സമാനതകളുള്ള കൊലപാതകമാണ് ഇവിടെ നടന്നു എന്ന് പറയേണ്ടി വരുന്നു. നിന്ദിക്കപ്പെട്ട, വിഷമിപ്പിക്കപ്പെട്ട, സമ്മർദ്ദത്തിലാക്കപ്പെട്ട ഒരു തലമുറ നമ്മുടെ സംസ്ഥാനത്തും വന്നിട്ടുണ്ട് എന്ന് ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പലയിടങ്ങളിലും ഈ വീട്ടിലെ സ്ട്രെസ്സുകൾ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നുണ്ട്. ലഹരി അവരെ ഒരു തരത്തിൽ വഴിതെറ്റിക്കുന്നു. വീട്ടിലുണ്ടാകുന്ന പ്രോബ്ലംസ് അവരെ ലഹരിയിലേക്ക് തള്ളിവിടുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ധൈര്യം അവർക്ക് ലഹരിയിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. ലഹരിയില്ലാതെയും നടന്നിട്ടുണ്ട്. അത് നന്തങ്കോട് കേസിൽ ലഹരി വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതനുസരിച്ചിട്ടാണെങ്കിൽ ലഹരി ഇല്ലാതെയും വഴിതെറ്റുന്ന ഒരു യുവത്വം നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലിന് വേണ്ടിയാണ് ഇത് രണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയത്. ഈ പേരൻസ് എല്ലാം കുറച്ച് ജാഗ്രത മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പുലർത്തണം എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. നന്ദി.